ഇന്തോനേഷ്യൻ്റെ ബത്താം ഐലൻഡിലെ സിംഗപ്പൂരേക്കും ജോഹർ ബാറുവിലേക്കുള്ള ഷിപ്പ് യാർഡിൻ്റെ ഫെറീൻ്റെ സ്ഥലത്തു നിന്നാണ് നമ്മൾ കാണുന്നത്. ആ ഫെറീൻ്റെ കാഴ്ചകളൊന്ന് കണ്ടാൽ ഭയങ്കര രസമാട്ടോ. വലിയൊരു ഇൻ്റർനാഷണൽ സർവീസാണ്. ഒരേ ഡെസ്റ്റിനേഷനിൽ രണ്ട് സ്ഥലങ്ങളിലേക്ക് വെറും 45 മിനിറ്റ് കൊണ്ട് എത്തുന്ന ഒരു സർവീസ് കൂടിയാണ് ഈ സർവീസ്. ഇന്തോനേഷ്യയിലെ ബത്താം ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ പ്രത്യേകതയാണ് സിംഗപ്പൂരിൻ്റെ തൊട്ടടുത്തുള്ള ഇന്തോനേഷ്യൻ്റെ ഒരു ഐലൻഡാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മൊത്തം മലേഷ്യയുടെ ജോഹർ ബാറും സിംഗപ്പൂരുമായിട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്നത് വെറും 45 മിനിറ്റിൻ്റെ ബോട്ട് സർവീസിൽ എത്തുന്ന സ്ഥലങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങളും. അപ്പോൾ ഇവിടെ ബത്താം എന്ന് പറയുന്ന ഐലൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സിംഗപ്പൂരിനെയും മലേഷ്യയെയാണ്, ഈ ജോഹർ ബാറുവിനെയാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ, രണ്ട് ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനുള്ള സർവീസുള്ള സ്ഥലമാണ്. ലക്ഷക്കണക്കിനുള്ള ആൾക്കാരും വാഹനങ്ങളും ഡെയിലി യാത്ര പോകുന്ന ഒരു സർവീസ് കൂടിയാണ് ഈ ഫെറി സർവീസ്. ഈ ഫെറി സർവീസിൻ്റെ ചരിത്രങ്ങളും ഈ ഫെറി സർവീസിൻ്റെ ഗുണങ്ങളും ഫെസിലിറ്റികളും നമ്മൾ ആലോചിച്ചാൽ മറ്റെവിടെയും നമുക്ക് കാണാത്ത അത്രയും പ്രത്യേകതകളാണ് ഈ ഫെറി സർവീസിന് കാണുന്നത് കേട്ടോ. ഒരുപാട് കമ്പനികൾ, സിംഗപ്പൂർ കമ്പനികൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ബാക്ക് ഓഫീസ്, വെയർ ഹൗസുകൾ ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഷിപ്പിൽ ഡെയിലി സർവീസ് നടക്കുന്നതാണ്. ബത്താമിനെ സംബന്ധിച്ചിടത്തോളം സിംഗപ്പൂരിലെ ഒരു ദിവസത്തെ ചെലവ് ബത്താമിൽ ഒരു മാസം കൊണ്ട് ചെലവഴിച്ചാൽ തീരില്ല. അത്ര എക്സ്പെൻസീവ് സിംഗപ്പൂരും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അത്രയും വ്യത്യാസങ്ങളിൽ ജീവിത ചെലവുകൾ കഴിയുന്ന ഒരു സ്ഥലവും കൂടിയാണ് ബത്താം. ബത്താം പോർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്.